നമുക്ക് നോക്കാം യോഗനാഥം മാസികയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈഴവ വിഭാഗങ്ങൾക്ക് വ്യക്തമായ ഒരു വിയോജിപ്പ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനോടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈഴവ വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് പോയ വിഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഈഴവ വിഭാഗത്തിൽ LDF നേതൃത്വത്തിനോടും നിലപാടുകളോടും കടുത്ത വിയോജിപ്പുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം കാട്ടുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകി എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. CPMനാണ് ഇത് ഏറ്റവും തിരിച്ചടി ഉണ്ടായത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ, ക്രിസ്തീയ വിഭാഗങ്ങൾ എന്നിവർ പുതിയ ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ചാണ് യോഗനാഥം മാസികയിൽ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത്. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിലും അതിൽ 5 മുസ്ലിങ്ങളാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഇടത് വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു, മതവിവേചനവും വിദ്വേഷവും നടത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്തീയ വിഭാഗമാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ കാരണത്താൽ രക്തസാക്ഷിയാകാനും തയ്യാറാണ്. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രം എന്നും വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സാമൂഹിക സാമ്പത്തിക സർവേ നടത്താൻ ഇരു മുന്നണികളെയും വെല്ലുവിളിക്കുകയും സർവേ നടത്തിയാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ സത്യമാണ് എന്ന് മനസ്സിലാകും എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നു. ഈ വിമർശനങ്ങൾ യോഗനാഥം മാസികയുടെ എഡിറ്റോറിയൽ പേജിലാണ് ഉള്ളത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഷ്ട്രീയപരമായ ഒരു മാറ്റം ഈഴവ സമൂഹം കാണിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിൻ്റെ അകൽച്ച ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുന്നത് LDFന് തന്നെയാണ്. ആലപ്പുഴ അടക്കം അത് പ്രത്യക്ഷ ഉദാഹരണമാവുകയും ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് വ്യക്തമാവുകയും ചെയ്തിരുന്നതാണ്. അതിനിടയിൽ ഒരു പടി കൂടി നിലപാട് കടുപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ തുറന്നു പറയുന്നത്, ഇതിൻ്റെ ഭാഗമായി ഞാൻ ക്രൂശിക്കപ്പെടുന്നെങ്കിൽ ക്രൂശിക്കപ്പെടട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിന്നോക്കം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചിലർ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ മേഖലകളിലടക്കമുള്ള ഇളവുകളെ സംബന്ധിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും കണക്കുകൾ പുറത്തു വരും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. മാത്രമല്ല, ഇടതു വലതു മുന്നണികൾ എന്ന് അദ്ദേഹം പറയുമ്പോഴും ഈഴവ വിഭാഗം LDFനോട് യോജിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നത്. ഈഴവ വിഭാഗത്തിൽ വലിയ ഒഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ചർച്ച നടക്കുന്നുണ്ട്. അതിന് കാരണം ആലപ്പുഴ അടക്കമുള്ള ഈഴവ സമൂഹം കൂടുതലുള്ള ലോകസഭാ മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിലും LDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ പരിശോധിച്ചാൽ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ട് CPMൽ നിന്ന് അകന്നുപോയി എന്ന രീതിയിൽ കണക്കാക്കാൻ കഴിയും. ഈഴവ വിഭാഗത്തിൻ്റെ വ്യക്തമായ വിയോജിപ്പും അകൽച്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പത്രസമ്മേളനത്തിന് പിന്നാലെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വിയോജിപ്പുമായി രംഗത്തെത്തിയിരുന്നു. നിയമപരമായി വെള്ളാപ്പള്ളിയെ നേരിടും എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കിയിരുന്നു. അത്തരം തിരിച്ചടികളൊക്കെ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം യോഗനാഥം മാസിക എന്നത് SNDP വിഭാഗത്തിൻ്റെ മാസികയാണ്. അതിൻ്റെ എഡിറ്റോറിയലിൽ തന്നെ അദ്ദേഹം എഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ മാത്രം ഒരു അഭിപ്രായം അല്ല, ഈഴവ സമൂഹത്തിൻ്റെ തന്നെ അഭിപ്രായം എന്ന രീതിയിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇത്തരം വിയോജിപ്പുകൾ തുറന്നു പറയുകയാണ്. അത് പ്രധാനമായും വലതുപക്ഷത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇടതുപക്ഷത്തിന് തന്നെയാണ് ഇത് പറയുന്നത്. ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും ഇവരൊക്കെ തന്നെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി, ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി ഇവരെല്ലാം തന്നെ മറ്റൊരു തലത്തിലേക്ക് ഒതുക്കപ്പെട്ടു എന്നുള്ള ആരോപണവും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. മുൻകാലഘട്ടങ്ങളിൽ ക്രിസ്തീയ വിഭാഗം കൂടുതൽ UDFനെയും ഈഴവ വിഭാഗം കൂടുതൽ LDFനെയും പരിഗണിച്ചിരുന്നു.
എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങളും ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഇത് BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം കേരളത്തിലും ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും നാൾ ചേർന്ന് നിന്ന LDFൽ നിന്ന് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്ന കാരണവും ഇതിനെല്ലാം വ്യക്തമാണ്.